നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി വിരമിക്കുമോ? സെപ്റ്റംബർ 17 വീണ്ടും ശ്രദ്ധ നീളുകയാണ്. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയാണ് 75 വയസ്സിലെ വിരമിക്കൽ ചർച്ചയാവാൻ കാരണം. 75 വയസ്സായാൽ നേതാക്കൾ മറ്റുള്ളവർക്കായി വഴിമാറണമെന്ന മോഹൻ ഭാഗവതിന്റെ പ്രസംഗം മോദിക്കുള്ള RSSന്റെ സന്ദേശമാണോ? പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. 2014 എങ്ങനെയാണോ മുതിർന്ന നേതാക്കളെ പ്രായക്കൂടുതലിന്റെ പേരിൽ പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയത്, മോദിയും അതേ പാത സ്വീകരിക്കുമോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. BJPയിൽ 75 പ്രായപരിധി ഇല്ലെന്ന് വ്യക്തമാക്കുമ്പോഴും മോദിയുടെ വിരമിക്കൽ ചർച്ച അവസാനിച്ചിട്ടില്ല. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മോഹൻ ഭാഗവതിന്റെ പ്രസംഗം മോദിക്കുള്ള സന്ദേശമോ? പ്രൈം ഡിബേറ്റിൽ ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റോണി കെ ബേബി, ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ശ്രീ നവീൻ ജി നാദമണി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, 75 വയസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയും, അമിത്ഷായ്ക്ക് കൈമാറും എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം നടക്കുന്നുണ്ടല്ലോ. നാഗ്പൂരിൽ മുമ്പ് പ്രധാനമന്ത്രി പോയി RSS മേധാവിയെ കണ്ട സമയത്തും ഇത് വലിയ ചർച്ചയായിരുന്നു, ഇല്ലേ? ഇക്കാര്യമാണ് അവിടെ ചർച്ചാ വിഷയമായത് എന്നൊക്കെയായിരുന്നു അന്ന് വാർത്തകൾ. BJP കേന്ദ്രങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, 75 വയസ്സിന്റെ പ്രായപരിധി BJPയിലുണ്ട് പ്രധാന പദവികളിൽ എന്നുള്ള കാര്യവും BJP ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അവിടെയും മോഹൻ ഭഗവത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ശേഷം മോഹൻ ഭഗവത് പറഞ്ഞത് എന്താണ്? നേതാക്കൾ മറ്റുള്ളവർക്കായി വഴിമാറണം, ഇല്ലേ? 75 വയസ്സായാൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷം, കോൺഗ്രസും അതിനകത്ത് ശിവസേനയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് 2014 എന്താണ് സംഭവിച്ചത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അന്ന് LK അദ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയത് ഇതേ നരേന്ദ്രമോദി തന്നെയായിരുന്നു എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഈ 75 പ്രായപരിധിയിൽ സെപ്റ്റംബർ 17 ഇങ്ങനെയൊരു വിരമിക്കൽ അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? വളരെ ട്രിക്കി ഒരു ചോദ്യമാണ്. ഇതൊരു പ്രഹേളികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. RSSന്റെ സർ സംഘ് ചാലക് മോഹൻ ഭഗവത് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവം പൊതുസമൂഹം കൊടുക്കുക. കാരണം പറയുന്ന ആൾ ആരാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്. ഇങ്ങനെ സാധാരണ ലൈറ്റ് വെയിനിൽ ഒരു കാര്യം പറഞ്ഞു പോകുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിബേറ്റ് ജനറേറ്റ് ചെയ്യുക, അതൊരു ഹെൽത്തി ഡിബേറ്റ് ആയിരിക്കുക. ഏജിനെ കുറിച്ച്, റിട്ടയർമെൻറ്റിനെ കുറിച്ച് ഒരു സാമാന്യ തത്വം പറഞ്ഞു വെച്ചതേ ഉള്ളൂ എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് പിംഗ്ലയുടെ ഒരു പുസ്തക പ്രകാശനം, RSS സൈദ്ധാന്തികനായിരുന്ന പിംഗ്ലയുടെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആ ഒരു 75 വയസ്സിൻ്റെ കാര്യം സർസംഘ് ചാലക് മോഹൻ ഭാഗവത് എടുത്തിടുന്നത് വളരെ തന്മയത്വത്തോടു കൂടിയാണ്. 75 വയസ്സ് ഒരു പ്രായം കഴിഞ്ഞ് 75 വയസ്സ് കഴിഞ്ഞ് പൊതുരംഗത്ത് ഒരാൾ തുടരുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മുകളിലൊരു തോളത്തൊരു ഷോള് വന്ന് വീഴുകയാണെങ്കിൽ താങ്ക് യു വെരി മച്ച്, ഇനഫ് ഈസ് ഇനഫ് എന്ന് വളരെ പൊളൈറ്റായിട്ട് ചുറ്റുപാടുമുള്ളവർ തന്നോട് പറയുന്നതായി സ്വയം കണ്ടെത്തുന്നവനാണ് ബുദ്ധിമാൻ. ഇതാണ് പിംഗ്ലയെക്കുറിച്ച് പറഞ്ഞത്. അപ്പം പിംഗ്ലയെക്കുറിച്ച് പറഞ്ഞു എന്നത് ഒരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡിബേറ്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മഞ്ജുഷ്. ഈ ഡിബേറ്റ് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. അതായത് 2014 മുതൽ ഈ ഡിബേറ്റ് ഇവിടെയുണ്ട്. ആ ഡിബേറ്റിന് കാരണഭൂതനായത് ഒരു പരിധിവരെ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് എന്നതാണ് അതിൻ്റെ വിരോധാഭാസം. അപ്പം അങ്ങനെയാണ് മാർഗനിർദ്ദേശക് മണ്ഡൽ ഒരുതരം അക്കോമഡേറ്റീവ് ബോഡിയാണ്. അപ്പോൾ പാർലമെൻ്ററി സമിതിയിൽ ഉൾപ്പെടുത്താത്ത മുതിർന്ന നേതാക്കളെ, LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, മുരളി മനോഹർ ജോഷി ഉന്നത നേതൃത്വമാണ്. അതുപോലെ സുമിത്ര മഹാജൻ, ജസ്വന്ത് സിംഗ് എന്ന് വേണ്ട പിന്നെ വലിയ രീതിയിലുള്ള നേതാക്കളെ ഒറ്റയടിക്കൊരു പർജാണ് അവിടെ നടന്നത്. അപ്പോൾ അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുന്നില്ല. അവർക്ക് പ്രധാനപ്പെട്ട സമിതികളിൽ ഒന്നും തന്നെ അംഗത്വമില്ല. അപ്പോൾ 75 വയസ്സിലും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ആളുകളുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അതൊരു സൂചനയായിരുന്നു. അപ്പോൾ പുതിയൊരു നേതൃത്വം വരുമ്പോൾ ഒരു ഫ്രീ ഹാൻഡ് കിട്ടുക നരേന്ദ്രമോദിക്ക്, ഈ മറ്റ് ബണ്ടിൽസ് ആൻഡ് ബാഗേജ് ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാനൊരു അന്തരീക്ഷം ഉണ്ടാവുക. അത് സതുദ്ദേശപരമായിരുന്നു. അത് മോദി അതിൻ്റെ ആർജവത്തോടു കൂടി എടുത്തു. പക്ഷെ 11 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ കാര്യം വരുമ്പോൾ മോദി അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നതായിരുന്നല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയം. അവിടെയാണ് വിഷയം. അവിടെ ഒരു സാമാന്യ തത്വം, ഹെൽത്തി പ്രിൻസിപ്പിൾ തനിക്ക് ബാധകമാകുന്നില്ല. അത് ശ്രീ പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ, ശ്രീ നരേന്ദ്രമോദി ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ മെഗലോമാനിയാണ്.
പക്ഷേ ശ്രീ മഞ്ജുഷ്, ഇവിടെ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം RSSന് ചില കാര്യങ്ങൾ ഭാരത സമൂഹത്തോട് പറയേണ്ടതുണ്ട്, BJPയോട് പറയാനുണ്ട്. ഒരു പ്രീസ്റ്റ് കിങ് എന്ന രൂപത്തിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ റോൾ എന്തായിരുന്നു? അതൊരു പക്ഷേ RSSന് പൂർണ്ണമായി യോജിക്കാവുന്ന ഒരു റോളല്ല. പുരോഹിതന്മാർ നിർണായകത്വം വഹിക്കേണ്ട ചടങ്ങിൽ ഒരു രക്ഷാപുരുഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കോൺസെക്രേഷൻ സെറിമണി നടത്തുമ്പോൾ അവിടെ ചിലത് പറയാനുണ്ട് എന്നത് RSSൻ്റെ നിലപാടായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ട് കാലം നിൽക്കാറായി. BJP ദേശീയ പ്രസിഡന്റ് JP നഡ്ഡ പറഞ്ഞു വെച്ചു, RSSന് സഹായം ഇല്ലാതെ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാവുന്ന അന്തരീക്ഷമുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോളൂ. അപ്പോൾ RSSൻ്റെ യൂണിറ്റുകൾ വീടാന്തരം കയറി പ്രചരണം നടത്തുന്ന രീതി മാറി. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ സ്വല്പം ഉൾവലിഞ്ഞതിൻ്റെ ഫലം നമ്മൾ കണ്ടു. BJPക്ക് ഒറ്റയ്ക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാതെ വന്നു. അത് തിരിച്ചറിഞ്ഞ് BJP വേണ്ട പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ടാണ് ഒരുപക്ഷെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS തുടർന്ന് പ്രവർത്തിച്ചതും BJPക്ക് വൻപൻ വിജയം ലഭിച്ചതും. അതുകൊണ്ട് RSSൻ്റെ പ്രാധാന്യം ഭാരതീയ ജനതാ പാർട്ടി മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിക്കല്ല, മറിച്ച് ഒരു ആദർശം, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിന്. അപ്പോൾ ദേശീയത RSSൻ്റെതായ രീതിയിൽ കാണുന്ന ദേശീയതയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും ഒരു വ്യക്തിക്ക് പ്രാധാന്യം ലഭിക്കില്ല എന്ന ഒരു നിർദ്ദേശം അത് ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു. തനിക്കും ബാധകമാകുന്ന RSS ചീഫ് സർസംഘചാലക് ഒരു കയർ നീട്ടി എറിഞ്ഞിരിക്കുകയാണ്. താനും സെപ്റ്റംബർ മാസം 11-ാം തീയതി തനിക്കും 75 വയസ്സാകും. അദ്ദേഹം RSSന് 100-ാം വർഷമാണ്. അപ്പോൾ ജന്മശതാബ്ദി വർഷം തന്നെ സർസംഘചാലക് റിട്ടയർ ചെയ്യുമോ, സ്വയം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമോ? മുൻകാലങ്ങളിൽ ആ പതിവില്ല. കാരണം വളരെ അവശ്യ നിലയിലായപ്പോഴാണ് RSSൻ്റെ ശാരീരികമായ ക്ഷമത നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് മുൻകാല RSS സർസംഘചാലകുമാർ റിട്ടയർ ചെയ്തത് എന്നോർക്കണം. അതുകൊണ്ട് മോഹൻ ഭഗവത് ഈസ് ഗോയിങ് വെരി സ്ട്രോങ്. അങ്ങനെയെങ്കിൽ മോഹൻ ഭഗവത് ഏതെങ്കിലും കാരണവശാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ നരേന്ദ്രമോദിയുടെ മേൽ അതിഭയങ്കരമായ ഒരു കമ്പൽഷൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ. പക്ഷേ ഇതിനകം തന്നെ ഈ BJP നേതാക്കൾ, BJP കേന്ദ്രങ്ങളൊക്കെ മോദി തന്നെ തുടരും, 2029 മോദി തന്നെ നയിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകി കഴിഞ്ഞു. അത് മാത്രമല്ല, പാർട്ടിയിൽ അങ്ങനെ 75 വയസ്സിന്റെ പ്രായപരിധി ഇല്ല എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. മാർഗദർശക് മണ്ഡലമൊക്കെ രൂപീകരിച്ചിരുന്നു എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രായപരിധി ഇല്ല എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയതാണ്. അത് വെറുതെ ചർച്ചകളിൽ വന്ന കാര്യം മാത്രമാണ് എന്നുമാണ് ഇപ്പോൾ BJPയുടെ വിശദീകരണം. ശ്രീ റോണി കെ ബേബി, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുവല്ലോ. കോൺഗ്രസ് പ്രതികരണം നൽകിയിട്ടുണ്ട്. ജയറാം രമേശ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. പവൻ ഖേരയുടെ പ്രതികരണം വന്നിരുന്നു. അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഒരുതരം പരിഹാസമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെയും മോദി വിരമിച്ച് കാണുവാനുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട് എന്ന കാര്യം പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ സംഘടനാപരമായ തീരുമാനമാണ് അവരുടെ പ്രധാനമന്ത്രി എത്ര വയസ്സിൽ വിരമിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ശ്രീ നരേന്ദ്രമോദി 75 വയസ്സ് തികയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്നത്. 2022 ഇതുപോലെ ഒരു ചർച്ച ഉയർന്നപ്പോൾ അന്ന് അമിത്ഷാ പറഞ്ഞത് ഒരിക്കലും നരേന്ദ്രമോദി 75 വയസ്സും റിട്ടയർ ചെയ്യത്തില്ല, BJP ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനമില്ല എന്നാണ്. 2024 കഴിഞ്ഞ വർഷം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ അരവിന്ദ് കേജ്രിവാൾ ഉന്നയിച്ച വിഷയവും ഇത് തന്നെയായിരുന്നു. അന്ന് BJPയുടെ പ്രസിഡന്റ് JP നദ്ദ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി 2029 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും, അദ്ദേഹം 2025 അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുകയില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ മോഹൻ ഭഗവത് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. അങ്ങനെയാണ് ഞങ്ങളിതിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വളരെ കൃത്യമായ സന്ദേശമാണ്. കാരണം 75 വയസ്സിൽ മുതിർന്ന നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവർ അവരുടെ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദി മാറണോ വേണ്ടി എന്നുള്ളത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ BJPയുടെ തീരുമാനമാണ്, നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. പക്ഷേ അത് ഇന്ത്യയിൽ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. കാരണം നമുക്കറിയാം ആരാണ് ഇന്ത്യയിൽ BJPയെ അധികാര രാഷ്ട്രീയത്തിലേക്ക്, അധികാരത്തിന്റെ വഴികളിലേക്ക് BJPയെ നയിച്ചു കൊണ്ടുവന്ന ആരാണെന്ന് വളരെ വ്യക്തമാണ്.
LK അദ്വാനി ഉയർത്തിക്കൊണ്ടുവന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, അദ്ദേഹം സോമനാഥിൽ നിന്നും അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര, അയോധ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട നീക്കങ്ങള്, സമരങ്ങള്, അവസാനം അവിടെ അവിടെ ബാബറി മസ്ജിദിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കപ്പെട്ട ആ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്ക്, BJPക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ എത്തുവാനുള്ള വഴി തുറന്നത്. പക്ഷെ അധികാരത്തിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ അധികാരത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് കണ്ടു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, അതുപോലെ തന്നെ അനന്തകുമാർ തുടങ്ങിയ എത്രയോ നേതാക്കന്മാരെയാണ് മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറഞ്ഞുകൊണ്ട് 75 വയസ്സിൽ നിർബന്ധിതമായി അവര് മാറി നിൽക്കണം, അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പോലും എത്രയോ ആളുകൾ നിഷേധിച്ചു, എത്രയോ മുഖ്യമന്ത്രിമാർക്ക് സീറ്റുകൾ നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത്, അതിനൊക്കെ ചരടുവലികൾ നടത്തിയത്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടത്തിയത് പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് നേരെ ഉയരാൻ പോകുന്ന ധാർമ്മികമായ ചോദ്യമാണ്, ഈ നിയമങ്ങൾ, ഈ തത്വങ്ങൾ അത് തനിക്ക് ബാധകമല്ലേ? അല്ലെങ്കിൽ താൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ രൂപീകരിച്ച ചില തത്വങ്ങൾ ഒരുപക്ഷെ സാങ്കേതികമായി BJPയുടെ ഭരണഘടനയിൽ ഈ വിഷയങ്ങൾ ഇല്ലായിരിക്കാം, 75 വയസ്സിലെ നിർബന്ധിത വിരമിക്കൽ ഇല്ലായിരിക്കാം. പക്ഷേ ധാർമ്മികമായി ചില ചോദ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്ക് ഉയരും. ഇതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നേരത്തെ തന്നെ ഇതിനുള്ള കരുക്കൾ, ഇതിനു വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ആരംഭിച്ചിരുന്നു. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് അത് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSഉം BJPയും തമ്മിൽ വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ ഈ പറയുന്ന രാമജന്മക്ഷേത്രത്തിന്റെ അതിന്റെ പ്രാണ ചടങ്ങില് പ്രധാനമന്ത്രി തന്നെ മുഖ്യ പുരോഹിതന്റെ വേഷം അണിഞ്ഞുകൊണ്ട് വരുന്നത് ഒന്ന്. രണ്ട്, മോദി കാ ഗ്യാരണ്ടി RSS ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി മഹാത്മത്തിലേക്ക് BJP ഉയർന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി ഇവിടെ നമ്മൾ കണ്ടു വിശ്വഗുരു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പരാമർശം. RSSന് വളരെ വ്യക്തമായി ഈ 3 വിഷയങ്ങളിലും നരേന്ദ്രമോദിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചു എന്നാണ് ഇപ്പോൾ മോഹൻ വർഗീസ് പറഞ്ഞത്. അതിനെ ഒരു നിസ്സാരമായ രാഷ്ട്രീയ നിരീക്ഷണമായി തള്ളിക്കളയാൻ കഴിയില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ഭാവത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് ശ്രീ മോഹൻ വർഗീസ് നടത്തിയത്. പക്ഷേ ഇവിടെ സെപ്റ്റംബർ മാസത്തിൽ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ ശ്രീ നരേന്ദ്രമോദി മോഹൻ ഭഗവത് മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പ് RSSനും സർവസംഘചാലകന്മാര് മുഴുവൻ കാണിച്ച വഴി എന്ന് പറയുന്നത് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അനാരോഗ്യം മൂലം വിരമിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, മാറി നിൽക്കുന്നു. അല്ല, ആണെങ്കിലും 75 വയസ്സ് എന്നുള്ളത് കീഴ്വഴക്കം RSSന് വളരെ കൃത്യമായി തന്നെ അവർ പാലിച്ചിട്ടുണ്ട്. അതിന് വളരെ 78 വയസ്സ് ശ്രീ റോണി, 78 വയസ്സ് 79 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്ത ആളുകളാണ്. അവരെല്ലാം തന്നെ പ്രായാധിക്യം കാരണം അവശ്യ നിലയിലായപ്പോൾ അവർ സ്വമേധയാ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. അല്ല, അവരോട് ആരും പറഞ്ഞതുകൊണ്ടല്ല, അവർ സ്വമേധയാ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത 3 പേരെങ്കിലും ഉണ്ട് RSSന്റെ സംഘാലകന്മാർ. ശരി, ശ്രീജിത് പണിക്കർ, ഇപ്പോൾ 75 വയസ്സിൽ മോദി വിരമിക്കുമോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരാൻ കാരണം RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഈ പ്രസംഗമാണ്. സ്വാഭാവികമായിട്ടും ഈ ചർച്ച വരുമെന്നുള്ള കാര്യവും RSSന് അറിയാം, മോഹൻ ഭാഗവതിന് അറിയാം. ഈ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്നും അറിയാം, അവർ അതേപോലെ തന്നെ ആ വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട്. പക്ഷേ 2029 മുൻപ്, അതല്ലെങ്കിൽ ഈ സെപ്റ്റംബർ 17 ആണല്ലോ ചർച്ചകളിൽ നിറയുന്നത്, 75 വയസ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർത്തിയാകുന്ന സമയം. പക്ഷേ അങ്ങനെ ഒരു മാറ്റം, നേതൃമാറ്റം അത് ഉണ്ടാകുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അത് മാത്രമല്ല, ഇളവ് നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യം BJP കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അല്ല, ഇത് ഒന്നാമത്തെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, RSSനായിക്കോട്ടെ BJPക്ക് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രഖ്യാപിത നയമോ നിലപാടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇല്ലാത്ത ഒരു നിലപാടിൻ്റെ പേരിൽ പലപ്പോഴും ഒരു കീഴ്വഴക്കമെന്ന രീതിയിൽ പല ആൾക്കാരും വ്യക്തിപരമായി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്റേണലായി മാത്രം അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന രീതിയിലത്തേക്ക് കൽപ്പിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് 75 വയസ്സാകുന്ന സമയത്ത് BJPയുടെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, RSSന്റെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഒഴിഞ്ഞു പോകണമെന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ അങ്ങനെ പാർട്ടിയുടെ ഭരണഘടനയിലോ എങ്ങും തന്നെ അത് പറയുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. രണ്ട്, ഇതിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നാണ് തോന്നിപ്പോകുന്നത്. കാരണം അത് ആഭ്യന്തരമായി പൂർണ്ണമായും ഇന്റേണലായിട്ട് BJP തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും RSSനെ എതിർത്തുകൊണ്ട് ഈ വിഷയത്തിൽ നോക്കൂ സർസംഘചാലക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ മേധാവിയോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്
ഞങ്ങൾക്ക് ജനാധിപത്യപരമായി സാധിക്കാത്ത കാര്യം പ്രായത്തിന്റെ കാര്യത്തിലെങ്കിലും നരേന്ദ്രമോദി ഒരു പ്രാക്ടീസായി എടുത്ത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ചർച്ചയിൽ തന്നെ രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്ന് കേട്ട ഒരു കാര്യമാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ RSSന്റെ അതൃപ്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് രണ്ടുപേരും അത് പറഞ്ഞിരിക്കുന്നത്. കാരണം യജമാന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ വഹിക്കേണ്ടുന്ന സ്ഥാനമല്ല. അപ്പോൾ അത് ഫണ്ടമെന്റലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് യജമാന സ്ഥാനത്ത് ഒരാൾ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് രാജാവ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ വെക്കുന്നത്. അതൊരു പുരോഹിതനായിരിക്കണമെന്നോ അത് ഇന്ന വിഭാഗത്തിലുള്ള ആളായിരിക്കണമെന്നോ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും അതിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് അതാകാം എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, സോമനാഥ ക്ഷേത്രത്തിനെ പറ്റി കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അയോധ്യയിലെ ക്ഷേത്രം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നതിനെ പറ്റി നമുക്കറിയാം. പക്ഷേ സോമനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നത്, അതിനുള്ള വാഗ്ദാനം ജനങ്ങളോട് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, സർക്കാരാണ്. സർക്കാർ തന്നെയാണ് പറഞ്ഞിരുന്നത് ഈ ജുനഗതുമായി ബന്ധപ്പെട്ട അനക്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സോമനാഥ ക്ഷേത്രം ഞങ്ങളിവിടെ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനമായി പറഞ്ഞ് അതിന്റെ എല്ലാ അധികാര സമിതികളിലും ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാരാണ്. KM മുൻഷിയെ പോലെയുള്ള, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ യജമാന സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ യജമാന സ്ഥാനത്തുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിൽ ഈ നമ്മുടെ അവിടുത്തെ ശിവലിംഗത്തിനടുത്ത് അദ്ദേഹം നിൽക്കുന്ന ചിത്രം ശ്രീ റോണി കെ ബേബിക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ വെറുതെ പരതിയാൽ കിട്ടും. അപ്പൊ അന്ന് അവിടെ നിന്നിരിക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല. രണ്ട്, അതിൽ നിന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട വ്യത്യാസം, അയോധ്യയിൽ RSS അല്ല ആൾക്കാരെ ക്ഷണിക്കുന്നതും RSS അല്ല അവിടെ ആൾക്കാരെ തീരുമാനിക്കുന്നതും. അവിടെ RSSന്റെ വോയിസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം അത് കോടതിയുടെ, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന, അവർ പറയുന്ന രീതിയിലത്തേക്കുള്ള കോമ്പസിഷനുള്ള ഒരു ട്രസ്റ്റാണ് ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയത്, അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നോക്കിയത്. നോക്കൂ, RSSന്റെ ആൾക്കാർക്ക് പോലും, അതിൽ മോഹൻ ഭഗവത്തിന് മാത്രമേ ഒരുപക്ഷെ ക്ഷണം പോലും ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്. ഞാൻ RSSന്റെ ആരായിട്ടാണ്, BJPയുടെ ആരായിട്ടാണ്, എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്, ഞാൻ പോയതാണ്, പങ്കെടുത്തതാണ്. അത് ക്ഷണിക്കുന്നതും കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഈ അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റാണ്, തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആരായിരിക്കണം യജമാനൻ എന്നുള്ളത്. അത് അവരാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ RSSന് അവിടെ ഒരു വോയിസും ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ഇതിനെ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം അതല്ല എങ്കിൽ എല്ലാ കാര്യത്തിനും RSSനെ എതിർക്കുകയും 99 കാര്യങ്ങൾക്ക് എതിർക്കുകയും, എന്നാൽ 100ാമത്തെ കാര്യത്തിന് മാത്രം നോക്കൂ മോഹൻ ഭഗവത് ഇത് പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇത് ബാധകമല്ലേ എന്ന് പറയുകയാണ്. പക്ഷേ മോഹൻ ഭഗവത് ഈ കാര്യം പറയാൻ ഇടയായ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇത് അടുത്ത മാസമല്ല, സെപ്റ്റംബർ 17 മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാകുമെന്ന് RSS മേധാവിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം എന്തായിരുന്നു, പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ആ രീതിയിൽ സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കാവുന്നതാണല്ലോ. അല്ല, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, RSSന്റെ ഒരു നേതാവിനെ കുറിച്ചും അദ്ദേഹത്തിന് 75 വയസ്സായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഷോൾ അണിയിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രസംഗം നടത്തുന്ന മോഹൻ ഭഗവത്തിനും 75 വയസ്സ് തികയാൻ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അത് BJPയെ പറ്റി പറയുന്ന ഒരു പരാമർശം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം RSSന്റെ തന്നെ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി BJPയുടെ കാര്യം തന്നെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ശരിയാണ്, കുറേയധികം ആൾക്കാർ ഇവിടെ 75 വയസ്സാകുന്ന സമയത്ത് അവര് ആ പദവികളിൽ നിന്നൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോയിരിക്കുന്നത് ഇപ്പം നജ്മ ഹെപ്തുള്ള പോലെയുള്ള, കൽരാജ് മിശ്ര പോലെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ പിന്നീട് ഗവർണർ പദവിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചിട്ട് മറ്റു പദവികളിലേക്ക് പോയിട്ടുണ്ട്. യെദ്യൂരപ്പയുടെ കാര്യത്തിൽ 75 വയസ്സിന് ശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ അനുവദിച്ചിട്ടുണ്ട്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് 78 വയസ്സുണ്ട്. അതേപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് ഒരുപക്ഷെ ഈ കണ്ടീഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒഴിയുന്ന സമയത്ത് 79 വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിനുള്ളത്. കൽരാജ് മിശ്ര പോലും റിസൈൻ ചെയ്യുന്ന സമയത്തിന് അദ്ദേഹത്തിന് 75 വയസ്സല്ല 76 വയസ്സാണ്. നജ്മ ഹെപ്തുള്ള ഒഴിയുന്ന സമയത്ത് അവർക്ക് 76 വയസ്സ്. അവരുടെ കാര്യം നോക്കുമ്പോൾ യെദ്യൂരപ്പയുടേതല്ല, 2014 ഇങ്ങനെ മാർഗനിർദ്ദേശ മണ്ഡലിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാറ്റി എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ വന്നിരുന്നത്. അപ്പോൾ പ്രധാന പദവികൾ അലങ്കരിക്കേണ്ട എന്നുള്ള ഒരു കൃത്യമായ തീരുമാനം എടുത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. അത് ഈ പ്രായത്തിൻ്റെ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ്. അത് അന്നേ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് BJPയുടെ പ്രഖ്യാപിത നിലപാടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അങ്ങനെ ഒരു ഭരണഘടനയിൽ അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന് BJPക്ക് പറയാം. പക്ഷേ കാര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. നരേന്ദ്രമോദി തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് 2014
അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഇവിടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാർഗനിർദ്ദേശ മണ്ഡലം ഉണ്ടാക്കുകയും അതിലേക്ക് ഈ പറയുന്ന ഒഴിവാക്കപ്പെടുന്ന രണ്ട് നേതാക്കന്മാരെന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് LK അദ്വാനിയാണ്, മറ്റൊന്ന് മുരളി മനോഹർ ജോഷിയാണ്. ഈ ആൾക്കാരുടെ അന്നത്തെ പ്രായം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 75 എന്ന് പറയുന്ന കട്ട് ഓഫ് വേണമെങ്കിൽ കൂട്ടാമായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം, LK അദ്വാനിയുടെ പ്രായം 86 വയസ്സാണ്. 86 വയസ്സുണ്ടെന്ന് അദ്ദേഹത്തിന്. മുരളി മനോഹർ ജോഷിക്ക് 80 വയസ്സുണ്ട്. അപ്പോൾ 75 വെക്കേണ്ടുന്ന കാര്യമില്ല. വേണമെങ്കിൽ അവർക്ക് അപ്പർ ലിമിറ്റ് 80 വെക്കാമായിരുന്നു. അപ്പോഴും ഇവർ രണ്ടുപേരും ഒഴിവാകുമായിരുന്നു. നരേന്ദ്രമോദി ആദ്യം മുതൽ തന്നെ പറയുന്നത് എനിക്ക് 15 വർഷം ഭരിക്കാൻ തരൂ എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈം വെച്ചിട്ട് ഒരു 15 വർഷം കണക്കാക്കി അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതിൻ്റെ ഒരു എൻഫോഴ്സ്മെന്റ് നടന്നിട്ടില്ലാത്തത് കൊണ്ടും സന്തോഷ് ഗംഗ്വാറിനെ പോലുള്ള ആൾക്കാർ പലരും ഇതേപോലെ റിസൈൻ ചെയ്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് ഗവർണറായി പോകുന്നതിന് 75 എന്നുള്ള പരിധി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 72 അദ്ദേഹം പോയിട്ടുണ്ട്. അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ജിതൻ റാം മഞ്ചി, അദ്ദേഹമാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സഖ്യകക്ഷിയിൽ നിന്നുള്ള ആൾ. അവിടെ ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ ബാധകമല്ല. പിന്നെ ഇനി മന്ത്രിമാർക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് ലിഖിതമായിട്ട് ഇത് പറയുന്ന ഒരു പാർട്ടി ഏതാണ്? ഇപ്പൊ 2022 കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ CPM തീരുമാനിച്ച കാര്യം എന്താ? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കും സെൻട്രൽ കമ്മിറ്റിയിലേക്കും 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? പിണറായി വിജയന് അതിന് എക്സംഷൻ കൊടുത്തു. കാരണം എന്താണ്? സാധാരണ ഒരു അംഗത്തിനെ പോലെ അല്ല പിണറായി വിജയൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സംഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു നിയമമാണെങ്കിൽ പോലും നിയമത്തിൽ എക്സംഷൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു 75 വയസ്സുള്ള ഒരാളിന്റെ, സാധാരണ ഒരാളിന്റെ ഇതുപോലെയുള്ള ഊർജ്ജമാണോ, പ്രവർത്തന ശൈലി എന്താണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഗുണം, അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹെൽത്താണ്, അദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്റ്റൈലാണ്, എത്ര മണിക്കൂറുകൾ അദ്ദേഹം ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ട്രാവൽ ഷെഡ്യൂൾ എങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ BJP പബ്ലിഷ് ചെയ്തിരുന്ന ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5 രാജ്യങ്ങളിൽ അദ്ദേഹം എത്ര മണിക്കൂർ എവിടെ പരിപാടിയിൽ പങ്കെടുത്തു, എത്ര മണിക്കൂർ ഉറങ്ങി, അതിൽ ഉറക്കം അദ്ദേഹം എവിടെയെങ്കിലും ആയിരുന്നോ അതോ വിമാനത്തിലായിരുന്നോ, ഇതിന്റെ കണക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൈൻഡ് ഓഫ് എനർജി, അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും അതേ എനർജി കീപ്പ് ചെയ്യുന്ന ഒരാൾ കോൺഗ്രസിലായിക്കോട്ടെ, BJPയിലായിക്കോട്ടെ, സമാജ്വാദി പാർട്ടിയിലായിക്കോട്ടെ, CPMയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ആ ആൾ മുന്നിൽ നിന്ന് നയിക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജനറലൈസേഷൻ അല്ല, അതൊരു എക്സംഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അവര് ഉടനെ തന്നെ അങ്ങനെ ശരി ഇനി വീട്ടിൽ പോയിരുന്നുള്ളൂ എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ പ്രതിപക്ഷം പറയുന്നത് മുഴുവനും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു റിട്ടയർമെന്റ് കൊണ്ടെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ ഞങ്ങൾക്ക് അതാണ് താല്പര്യം എന്ന് പറയുന്നതിന് തുല്യമാണ്. അതല്ലാതെ ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ മഞ്ജുഷ്. ശരി, ശ്രീ നവീൻജി നാദമണി, നേരത്തെ 2024 മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു, അന്ന് അരവിന്ദ് കെജ്രിവാളാണ് ഈ ഒരു പ്രസംഗം നടത്തിയത്. അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് തേടുന്നത് തനിക്ക് വേണ്ടിയല്ല, അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്. മുഴുവൻ സമയവും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഉണ്ടായിരിക്കുകയില്ല, അമിത്ഷാ പ്രധാനമന്ത്രിയായിട്ട് വരും. ഇങ്ങനൊരു പ്രസംഗം നടത്തിയിരുന്നു. അന്ന് തന്നെ BJP കേന്ദ്രങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അമിത്ഷാ തന്നെ അതിന് മറുപടി കൊടുത്തതാണ്. JP നഡ്ഡയും അതിന് മറുപടി അന്ന് പറഞ്ഞതാണ്, അങ്ങനെയല്ല കാര്യങ്ങളെന്ന്. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രസംഗം അരവിന്ദ് കെജ്രിവാൾ നടത്താൻ ഇടയായത്? മോദി ഇതാ വിരമിക്കാൻ പോവുകയാണ്, അത് സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞു പോകും എന്നുള്ള ഒരു മുൻധാരണ എങ്ങനെ ഉണ്ടായി? 2024 മെയ് മാസം 12-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് 2025 സെപ്റ്റംബർ മാസം 75 വയസ്സ് തികയാൻ പോകുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുകയില്ല എന്നും അമിത്ഷായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നത് എന്നും അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ നടമാടുന്ന ആ ഏകാധിപത്യം അത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും നരേന്ദ്രമോദി ആ ഏകാധിപത്യം നടപ്പിലാക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് മുൻപോട്ട് വയ്ക്കുവാനായിട്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ നരേന്ദ്രമോദിയെ ഏത് രീതിയിലെങ്കിലും ഒഴിവാക്കാൻ ഒരു വഴി എന്നുള്ള രീതിക്കൊന്നും അതിനെ ചിന്തിക്കുകയല്ല. അതൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും ധ്വംസനം ചെയ്തുകൊണ്ട് ഏകാധിപത്യം നടത്തുന്ന നരേന്ദ്രമോദി BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടത്തുന്ന ഏകാധിപത്യത്തെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് ആ പ്രസ്താവന നടത്തിയത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, 2002
2002 ഗോവയിൽ നടന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെന്ന് തോന്നുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനയും അത്തരം ചിന്തകളും ചർച്ചകളുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ നരേന്ദ്രമോദിയെ സംരക്ഷിച്ച് കൂടെ നിർത്തിയത് LK അദ്വാനിയാണ്. അതായത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ രക്ഷകനായിട്ട് LK അദ്വാനി മാറിയെങ്കിൽ ആ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മൂക്കുചെത്തി മൂലക്കിരുത്തുവാനായിട്ടാണ് മാർഗദർശ മണ്ഡൽ എന്ന് പറയുന്ന ഒരു ബുദ്ധസദനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഇരുത്തിക്കൊണ്ട് ഇതിന്റെ മുഴുവൻ നേതൃനിരയും ഇല്ലാതാക്കിക്കൊണ്ട് ഈ BJPക്കകത്ത് മോദിക്ക് ഏകാധിപത്യപരമായിട്ട് നടമാടുവാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് 2014 മോദി പ്രസ്താവനയിലൂടെ ചെയ്തത്. 2013 11 വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന ഗോവയിൽ നടന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അദ്വാനിയോട് ഗോ, മോദിയോട് വാ എന്ന് പറയുന്ന ഒരു ഗോവ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് അത് മാറി എന്നുള്ളതാണ് അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം 2014 നരേന്ദ്രമോദി പറഞ്ഞത് 75 വയസ്സിന് മുകളിലുള്ളവര് എല്ലാവരും ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് അവര് വൃദ്ധസദനം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർഗദർശക മണ്ഡൽ എന്ന് പറയുന്ന വൃദ്ധസദനത്തിലോട്ട് മാറ്റിക്കൊണ്ട് പക്ഷെ അങ്ങനെ ഒരു പരസ്യ പ്രസ്താവനയൊന്നും ഉണ്ടായില്ലല്ലോ, അത് വ്യാഖ്യാനങ്ങളായിരുന്നില്ലേ? 2014 മോദി പറഞ്ഞതാണല്ലോ 75 വയസ്സിന് മേളിലുള്ളവരൊന്നും പാർട്ടിയുടെ 2014 മോദിയുടെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു റിപ്പോർട്ട് കാണിച്ചു തരൂ, നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് കാണിച്ചു തരൂ. നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്ന രീതിയിൽ ഒരു പ്രസ്താവന കാണിച്ചു തരൂ, ഒരു പ്രസ്താവന. മഞ്ജുഷ് കണ്ടിട്ടുണ്ടോ? മഞ്ജുഷ്, ഇല്ല, അങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ എക്സിക്യൂട്ടീവിൽ അങ്ങനെ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്താണെന്ന് അറിയില്ല. ഒരു പരസ്യ പ്രസ്താവന ഉണ്ടായിട്ടില്ല. അമിത്ഷാ 25 വയസ്സിന് മുകളിലുള്ള ആർക്കും തന്നെ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് അമിത്ഷാ പറഞ്ഞ ഒരു പ്രസ്താവന തന്നെയാണോ? അതിൽ വ്യത്യാസമൊന്നുമില്ല. 2019 അതായത് 2013 നരേന്ദ്രമോദി കൃത്യമായിട്ട് കാര്യം 2019 അമിത്ഷാ പിന്നീട് ഓൺ ചെയ്തിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ, അത് പത്ര റിപ്പോർട്ടുകളാണല്ലോ, അവിടെ യാതൊരു വ്യത്യാസവുമില്ലല്ലോ. 2019 അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു കാര്യം ഇവിടെ ചോദിക്കുന്നത്, ഇപ്പൊ മോഹൻ ഭഗവത് പറഞ്ഞതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ 2024 മെയ് മാസം 12 നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ് മോഹൻ ഭഗവത് ഇപ്പൊ ആവർത്തിച്ചത്. പക്ഷെ മോഹൻ ഭഗവത്തിന് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ 75 വയസ്സിന് മുകളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് മാറണമെന്ന് മോഹൻ ഭഗവത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയെ പറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അരിയാഹാരം കഴിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അത് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാൻ പോലുള്ള ധൈര്യം മോഹൻ ഭഗവത്തിന് ഇല്ലെങ്കിൽ എത്രത്തോളം ഏകാധിപത്യം നരേന്ദ്രമോദി ഇതിനകത്ത് നടത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ശരി, ശ്രീ പണിക്കർ, അവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് മോദിയുടെ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ട് അതിന് പ്രശ്നമില്ല. പക്ഷേ RSS മേധാവിക്ക് അങ്ങനെ പറയുവാൻ കഴിയുകയില്ല. അത് നവീൻജി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ടല്ലോ. മോദി അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചത് മോഹൻ ഭാഗവത് എന്ന്? അല്ല, നോക്കൂ, ഈ RSSന്റെ ചീഫ് പറയുന്ന എല്ലാ പ്രസ്താവനകളും BJPയെ ലാക്കാക്കിക്കൊണ്ടാണ് എന്നൊരർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ പള്ളികളുടെയും അടിയിൽ ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും ഇതേ മോഹൻ ഭഗവതാണ്. എന്ന് വെച്ചാൽ അന്ന് BJP അങ്ങനെ പോകുന്നു എന്നൊരർത്ഥം അതിനുണ്ടോ? ഇല്ല. ഇവിടെ ഏതൊക്കെ പള്ളികളുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇത്തരത്തിലുള്ള സമാനമായ കേസുകൾക്ക് ആൾക്കാർ പോയിരിക്കുന്നത്, അതൊന്നും BJP ഡ്രിവൺ അല്ല, വ്യക്തികളാണ്. പലതും അതിൻ്റെ പെറ്റീഷണറായിട്ട് വന്നിരിക്കുന്നത് തന്നെ വിശ്വാസികളായിട്ടുള്ള ആ പറയുന്ന ക്ഷേത്രവുമായി ബന്ധമുള്ള വക്കീലന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പലതിനും പെറ്റീഷണർ ആയിട്ടുള്ളത്. അതിൽ തന്നെ സംഘപരിവാർ സംഘടനകളുമായി ബന്ധമില്ലാത്ത പല ആൾക്കാരും പല സംഘടനകളും ഒക്കെ തന്നെയാണ് ഇതിന് പോയിരിക്കുന്നത്. പക്ഷെ അന്നും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് എങ്ങനെയാണ്? നോക്കൂ, BJPക്കെതിരെയാണ് ഈ നിലപാട് എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗ്യാൻവാബിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു കാര്യമാണ്, ഇപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ശരിയും ഒന്ന് തെറ്റുമാണ്. അതായത് നരേന്ദ്രമോദി 2014 പ്രഖ്യാപിച്ചു എന്ന് ഈ 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനർത്ഥം എന്താണ്? 75 വയസ്സിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയൂ എന്ന് മാത്രമാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾക്കിപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 74 വയസ്സാണെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ രാജിവെക്കണമെന്നാണോ അതിനർത്ഥം? അന്നേരം ഉടനെ നിങ്ങൾ രാജിവെക്കണം എന്നതിനർത്ഥമുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു MP മാർ, ഇപ്പോൾ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള MP മാർ അല്ലെങ്കിൽ 75 ആകാൻ പോകുന്ന ആൾക്കാർ, ഇവരെല്ലാം ഒറ്റയടിക്ക് അങ്ങനെയാണെങ്കിൽ രാജിവെക്കുമോ? രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദി ഏകദേശം ഒരേ പ്രായമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നിച്ച് മാറുന്നു, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണോ അതിനർത്ഥം? അങ്ങനെയല്ല.
അതേ കണ്ടീഷൻ 2024 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ തെരഞ്ഞെടുപ്പിൽ 74 വയസ്സ് അല്ലെങ്കിൽ 75 വയസ്സുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കില്ല എന്നേ നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 74 വയസ്സായിരിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ ആ സമയത്ത് 73 വയസ്സായിരിക്കുന്ന ഒരാളിന് അയാളുടെ ആ ടേം പൂർത്തീകരിക്കാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജനറലൈസേഷൻ എന്ന് പറയുന്നതാണ് ലോ, എക്സംഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ജനറലൈസേഷൻ എന്ന് പറയാവുന്ന ഒരു ലോ ഇല്ല. ലോ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പിണറായി വിജയന്റെ കാര്യത്തിൽ പറഞ്ഞത്. പിന്നെ 2, കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ LK അദ്വാനിയോട് ഇത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്ന് സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ അയോധ്യയിലെ ഈ പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ട്, ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്ന നേതാവായിട്ടുള്ള അദ്വാനിക്ക് 2014 മുതൽ ഇങ്ങോട്ട് പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനമോ പ്രധാനമന്ത്രി സ്ഥാനമോ നൽകേണ്ടതായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് കേൾക്കുമ്പോൾ വലിയ കൗതുകമാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജുഷിന് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. കാരണം ഇവരെല്ലാം 2014 മുതൽ പറയാറുണ്ട്. 2014 മുതൽ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതാണ്. എക്സാക്ട്ലി. വളരെ വിദഗ്ധമായിട്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു പോവുകയാണ്. അല്ല, വളരെ വിദഗ്ധമല്ല. നോക്കൂ, അതിലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, യശ്വന്ത് സിംഗിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞോട്ടെ. പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദി ചെയ്ത നടപടിക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അല്ല, മോദി അല്ലല്ലോ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, താങ്കൾ മനസ്സിലാക്കുന്നത് തെറ്റാണ്. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നതുപോലെ അല്ല മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിയിൽ ആരാണ്, ഒരു സെക്കൻഡ്, ജയിലിൽ കിടക്കുന്ന സമയത്തും ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി ഞാൻ തന്നെ തുടരേണ്ടതുണ്ടോ എന്ന് തീരുമാനമെടുക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് സാധിക്കും. ഒരു സെക്കൻഡ്, പറയുമ്പോൾ അസ്വസ്ഥത തോന്നരുത്. പറയുമ്പോൾ താങ്കളുടെ പാർട്ടിക്ക് വിമർശനം ഉണ്ടാകുന്ന സമയത്ത് അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ജയിലിൽ കിടക്കുന്ന സമയത്തും മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതില്ല, ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ലൂയി 14 അതേ രീതിയിലത്തേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞേക്കും. പക്ഷേ അധികാരത്തിലുള്ള ഈ 4 വട്ടം ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രമായിരുന്ന ഒരാളിന് 2014 ഞാനാണ് പ്രധാനമന്ത്രിയാകുന്നത് എന്ന് തീരുമാനിക്കാനും ഇന്നയാൾ പ്രധാനമന്ത്രി ആകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനും കഴിയുന്ന രീതിയിലത്തേക്കുള്ള പവർ, അതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എങ്കിൽ ആ രീതിയിലല്ല. കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല, BJP ആണെങ്കിലും പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതെല്ലാം വൺ ലീഡർ പാർട്ടികളാണ്. അതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ജയിലിൽ പോയി കിടക്കുന്ന സമയത്തും ഞാൻ രാജിവെക്കില്ല, ഞാൻ വീടൊഴിയില്ല, വേറെ മുഖ്യമന്ത്രിയില്ല, പകരം ചാർജ് കൊടുക്കില്ല എന്നൊക്കെ പറയാൻ പറ്റും. കോൺഗ്രസിന് അത് കഴിയില്ല, BJPക്ക് അത് കഴിയില്ല. ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. യശ്വന്ത് സിംഗിനെ പോലെയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ പിന്നീട് BJPയുടെ കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആൾക്കാരെ, യശ്വന്ത് ശർമ്മയാണ്, ഞാൻ ജസ്വന്ത് സിംഗ് അല്ല ഉദ്ദേശിച്ചത്, യശ്വന്ത് ശർമ്മയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം ഇത് പറഞ്ഞതിന് ശേഷവും അദ്വാനി ഈ രീതിയിലത്തേക്കുള്ള ഒരു നീരസം എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. മുരളി മനോഹർ ജോഷി അത് പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ 2014 മുതൽ പറയുന്നത് നിങ്ങളുടെ അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഈ ബാബറി മസ്ജിദ് കേസിൽ നിങ്ങൾ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തുന്ന അദ്വാനി ഈ സ്ഥാനങ്ങളൊക്കെ അർഹിച്ചിരുന്നു എന്നാണ്. അപ്പൊ അർഹിച്ചിരുന്നത് കൊണ്ടാണല്ലോ നമ്മളത് പറയുക. അതല്ലാതെ വേറൊരു നേതാവിനെ പറ്റി ഇപ്പൊ PS ശ്രീധരൻപിള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നോ പ്രധാനമന്ത്രി ആകണമെന്നോ നിങ്ങളാരും പറയുന്നില്ലല്ലോ. അദ്വാനിയെ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളിപ്പോ രാമക്ഷേത്രമൊക്കെ ഈ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഒരേ നേർവിൽ തന്നെ നിങ്ങൾ ഈ ബാബറി മസ്ജിദ് കേസിൽ അദ്വാനിയെ കുറ്റവിമുക്തനാക്കുന്നുണ്ടോ? എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിലാണല്ലോ അദ്ദേഹം അത് അർഹിച്ചിരുന്നു എന്ന് പറയുന്നത്, അതോ മറ്റെന്തെങ്കിലും പരിഗണനയാണോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡിപ്രഷനാണ്. ഞാൻ കരുതുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ പിന്നെ പോളിറ്റ് ബ്യൂറോയിലേക്കോ സെൻട്രൽ കമ്മിറ്റിയിലേക്കോ മുഖ്യമന്ത്രിയായി തുടരുന്നതിനോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ അത് അങ്ങനെ തുടരുക എന്ന് പറയുന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. അവരുടെ ഏറ്റവും ഒരു സിംഗുലാർ ലീഡർ എന്ന് പറയാവുന്ന ഒരാളിനെ അദ്ദേഹം തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടല്ലേ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ അദ്ദേഹത്തിന്റെ മാത്രം തലയും ഫുൾ ഫിഗറും വെച്ചുകൊണ്ട് അവർ വീണ്ടും ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അവര് പ്രചരണം നടത്തുന്നത്. ഇനി അടുത്ത വട്ടവും അദ്ദേഹം തന്നെ വരും എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. അദ്ദേഹത്തിന് ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ പോലും അവരങ്ങനെ പറയുന്നത് അതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിനെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും പാർട്ടി ശ്രമിക്കുമോ? ശരിയാണ്. പ്രതിപക്ഷത്തിനുള്ള മറുപടിയായിട്ട് BJP കേന്ദ്രങ്ങൾ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ഇവിടെ ശ്രീജിത്ത് പണിക്കരും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു, മോദിയെ നേരിട്ട് തോൽപ്പിക്കുവാൻ കഴിയില്ല, അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോട്ടെ, അത് നിർത്തിപ്പോണം, കാരണം 75 വയസ്സായി. ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ഈ ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടി ഒരിക്കൽ പോലും കോൺഗ്രസിന് വെന്നിക്കുടി പറിക്കാനായിട്ടില്ല. മോദി പ്രഭാവം, മോദി ഇഫക്റ്റ് എന്നത് ഒരിക്കലും തുച്ഛീകരിച്ച് കാണാനാവാത്ത ഒരു കാര്യമാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുകയും പാർട്ടിയെ ഒരുമിച്ച് നിർത്തുകയും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ പ്രത്യേകിച്ച് തുടർച്ചയായ വിജയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മോദി എന്ന ബ്രാൻഡ് ഇമേജാണ് വിജയങ്ങൾ നേടിക്കൊടുത്തത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എനിക്കും തർക്കമില്ല. ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
ഇവിടെ നോക്കൂ, സംഘ് പരിവാറിൻ്റെ ഒരു ഡൈനമിക്സ് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സെയിങ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് ദ വോൾഫ് ഈസ് ദ പാക്ക്. അതായത് പാക്ക് ഓഫ് വോൾഫ് എന്നല്ലേ പറയുക, ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ചെന്നായുടെ ശക്തി പരിമിതമാണ്. പക്ഷേ ഒരു വലിയ ഗ്രൂപ്പായി, ഒരു പാക്കായി ഹണ്ട് ചെയ്യുമ്പോൾ വോൾഫ് ഈസ് വെരി പവർഫുൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പരിവാർ ശക്തികൾ. അതായത് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ ശക്തിയും വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ആഗോള സംഘടനയും ഹൈന്ദവ സംഘടനയും രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സാംസ്കാരിക വിഭാഗവും മഹിളാ മോർച്ചയും ABVPയും ബജ്റാങ് ദളും എല്ലാം ചേർന്ന് നൽകുന്ന ഒരു സോളിഡിറ്റി ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന് പറയുന്നത് BJPയുടെ മാത്രം ചോയ്സ് ആണ് എന്നത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ സർസംഘ് ചാലക് അല്ലെങ്കിൽ നാഗ്പൂരിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു മൗനാനുവാദം കൊടുക്കാതെ ഒരിക്കലും BJPയുടെ ഉന്നത നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ പാർട്ടി പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി ആയിക്കൊള്ളട്ടെ ഉണ്ടാവില്ല. അതൊരു കൺവെൻഷനാണ്, അതൊരു നിയമമല്ല, അതൊരു കീഴ്വഴക്കമാണ്, കൺവെൻഷനാണ്. അത് ഭംഗിയായി ചെയ്തതുകൊണ്ടാണ്, ഒരു തർക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു തലമുറ മാറ്റമാണ്. 10 വർഷത്തെ ദീർഘമായ കോൺഗ്രസ് ഗവൺമെൻറ് അല്ലെങ്കിൽ UPA ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, അതിനുശേഷം ഒരു പുതിയ ബിഗിനിങ്. അപ്പോൾ ഓൾഡ് ജിറിയാട്രിക് ലീഡർഷിപ്പ് മാറി നിൽക്കട്ടെ, അവർ കൂടിക്കൊഴയേണ്ട ഒരു പുതിയ നേതൃത്വം വരട്ടെ. അപ്പോൾ 3 പേർക്കാണ് പ്രാമുഖ്യം ഉണ്ടായത്. ഒന്ന് സുഷമ സ്വരാജ്, ഒരു വനിതാ പ്രധാനമന്ത്രി വേണമെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ, സീനിയർ ലീഡറാണ്, കേപ്പബിളാണ്, ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലി, അല്ലെങ്കിൽ ഈവൻ രാജ്നാഥ് സിംഗ് പോലും പരിഗണനാർഹനായ ആളായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയെക്കുറിച്ചുണ്ടായിരുന്ന ബേസിക് ഒരു പ്രൊമൈസ് എന്ന് പറയുന്നത് ഈ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഗുജറാത്തിന് പുറത്ത് ഒരു പാൻ ഇന്ത്യ ഇമേജ് ഉണ്ടായിരുന്ന ഒരാളല്ല അന്ന് 2014 നരേന്ദ്രമോദി. പക്ഷേ ഗിവൺ an opportunity, മോദി പ്രൂവ്ഡ് ഹിംസെൽഫ്. മോദി ഹാസ് ബിക്കം an asset for the BJP. അത് ഒരിക്കലും RSSന് അലോസരമായിരുന്നില്ല. പക്ഷേ അലോസരമായി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു പരിധിവരെ ശ്രീ മോഹൻ ഭഗവതും RSSൻ്റെ ഒരു പക്ഷേ ബിഗ് തിങ്ക് ടാങ്കും ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇന്റേണൽ കറക്ഷൻ ഇൻ ദി പൊളിറ്റിക്കൽ ഡൈനമിക്സ്. അത് BJP ആണ് ഭരണകക്ഷി, അതിലൊരിക്കലും RSS ഇടപെടില്ല. പക്ഷേ RSS മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാംസ്കാരിക ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ സംഘ് പരിവാർ ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടേതായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല, ഒരു വ്യക്തിയെ മാത്രം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കാണേണ്ടതല്ല. അത് ഒരു ശക്തിയുടെ, ഒരു സാംസ്കാരിക ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ശക്തി എന്നതാണ്, അല്ലെങ്കിൽ മോദി എന്നതല്ല. അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ അവിടെ മോദിയുടെ മുഖം വരുന്നത് ന്യായമാണ്, തെറ്റൊന്നുമില്ല, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ദർ ഇസ് എൻ ഇൻറ്റേർണൽ കറക്ഷൻ. ആ ഇൻറ്റേർണൽ കറക്ഷൻ നിരന്തരം ഒരു പാർട്ടിയുടെ പുതുജീവൻ നൽകുന്നതിന് ആ ഇൻറ്റേർണൽ കറക്ഷൻ സഹായകരമാവും എന്ന ബോധ്യത്തിലാവണം ഒരു പക്ഷേ താൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്തു എന്നാണ് മോഹൻ ഭഗവത് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയെങ്കിൽ അതോടൊപ്പം എല്ലാ പരിവാർ സംഘടനകളിലും ന്യായമായ ചേഞ്ച് ഉണ്ടാകട്ടെ, അവരുടെ ഭരണഘടനകൾ എന്തും പറയട്ടെ, കീഴ്വഴക്കമാണ് ഭരണഘടനയല്ല വിഷയം. ഇവിടെ ഒരു താരിപ്പാണ്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു സാമാന്യ ധാരണയാണ്. ആ ധാരണ സൃഷ്ടിക്കാൻ, വലിയ അലോസരമില്ലാതെ ഒരു ധാരണ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദം 3ാമതും BJP ഓഫർ ചെയ്തു എന്നത് ചേഞ്ച് ഓഫ് ഗാർഡ്സ് ആഫ്റ്റർ 1 year. അതാണ് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ച്. ചേഞ്ച് ഓഫ് ഗാർഡ്സ് ഉണ്ടാകുമോ? എൻ്റെ ചിന്ത ഉണ്ടാവില്ല, ഉണ്ടാകാനാവില്ല. BJPക്കുള്ളിൽ വ്യക്തമായ ഒരു ധാരണയുണ്ട്. മോദിയുടെ 15 വർഷം, 10 വർഷം കഴിയുന്നു, 11 വർഷമായി. 2024 എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിച്ചാൽ മോദിയായിരുന്നു മുഖം. മോദിയാണ് മുഖം, മോദിയാണ് റെഡ്യൂസ് മെജോറിറ്റിയിൽ, അല്ലെങ്കിൽ മെജോറിറ്റി ഇല്ല എങ്കിൽ പോലും BJPയെ നയിച്ചത്, രാജ്യത്തെ നയിച്ചത്, ഇത്രയെങ്കിലും സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫേസ് ആണ്, ഒരു നാഷണൽ കോൺഫിഡൻസ് ആണ്, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ. അത് ഒരുപക്ഷെ 15 വർഷത്തിന് ശേഷം മോദി മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചല്ലോ, എനിക്ക് 15 വർഷം തരൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പക്ഷേ ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ്, അല്ലാതെ മോദി മാറുക എന്നതല്ല. മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത് it is just a reminder, a humble, gentle reminder to Narendra Modi that you are not the only face. It is a concept. ആ ഒരു കോൺസെപ്റ്റാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ്
താൻ ഒരു പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ചെയ്തേക്കാം, മോദി സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്നില്ല. പക്ഷെ നിരന്തരമായി ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു ആശയമാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യംഗ്യമായ സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ശരി, ശ്രീ റോണി കെ ബേബി, നിങ്ങളെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ RSSനെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ്. അത് മാത്രമല്ല വിമർശനമേ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ RSS മേധാവിയെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുകയാണ്. RSS മേധാവി ലക്ഷ്യമിട്ടിരിക്കുന്നത് മോദിയെയാണെന്ന് നിങ്ങൾ പരസ്യമായി പറയുകയാണ്. അത് മാത്രമല്ല, സ്റ്റെപ്പ് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള എന്തോ ഒരു രാഷ്ട്രീയ സാധ്യതയായി നിങ്ങൾ വിലയിരുത്തുകയാണ്, അല്ലേ? ശ്രീ റോണി, കേൾക്കാമോ? റോണി, ശ്രീ റോണി കെ ബേബി, കേൾക്കാമോ? ഒരിക്കലുമല്ല, അങ്ങനത്തെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. വളരെ കൃത്യമായി തന്നെ RSSനോടുള്ള നിലപാടുകൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ കൃത്യമായി അതാ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് മോഹൻ ഭഗവതിനെയും അതുപോലെ തന്നെ LK അദ്വാനിയും ഇപ്പോൾ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്താണ് മറ്റുള്ള നേതാക്കന്മാരോട് കാണിച്ചത്? അദ്ദേഹം കാണിച്ച അവസരവാദ നിലപാടുകൾ, തനിക്ക് അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ട് മറ്റു മുതിർന്ന നേതാക്കളെ ഇല്ലാത്ത മാനദണ്ഡങ്ങളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെയൊക്കെ വെട്ടി ഒതുക്കി, അവരെയൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി, അധികാരം മുഴുവൻ തന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാനദണ്ഡങ്ങൾ, ഈ കീഴ്വഴക്കങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന് കാണിക്കുന്ന ആ ശൈലിയുണ്ടല്ലോ, ആ ശൈലി തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ LK അദ്വാനിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മോഹൻ ഭഗവതിന്റെയും ഒക്കെ പ്രസ്താവനകളും അതുപോലെ ഒക്കെ ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സംഭവ വികാസങ്ങളിൽ ഞങ്ങൾക്ക് അത്രമാത്രം വലിയ ആവേശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നരേന്ദ്രമോദി എന്ന നേതാവ് അദ്ദേഹം അൺബീറ്റബിൾ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ വലിയ പ്രചരണം ഉണ്ടായത്? സമൂഹ മാധ്യമങ്ങളിൽ, BJP അനുകൂലിക്കുന്ന മാധ്യമങ്ങളിൽ BJP നേതാക്കൾ ഒക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? 400 സീറ്റിന് മുകളിൽ നരേന്ദ്രമോദി തന്നെയല്ലേ വലിയ ആത്മവിശ്വാസം പറഞ്ഞത്. പക്ഷെ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ തന്നെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായി. അപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തി അൺബീറ്റബിൾ ആണ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടുപോയാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധ നയങ്ങളൊക്കെ വളരെ കൃത്യമായി അനുസരിക്കട്ടെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെയുള്ള BJP നേതാക്കൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയുമോ? മഹാരാഷ്ട്ര ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ, ഇനി നടക്കാൻ പോകുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താതെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാതെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം നിൽക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ 100% സത്യസന്ധമായിട്ടാണ് ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഒരു BJP നേതാവ് പോലും സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ടാമ്പർ ചെയ്തു, വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി. വളരെ കൃത്യമായി തന്നെ ആ കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുക. ബീഹാറിൽ പോലും 2-3 മാസം മാത്രം തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുമ്പോഴാണ് 3 കോടിയോളം ആളുകൾ അവരവരുടെ പൗരത്വ രേഖകൾ, അവരുടെ വോട്ടവകാശത്തിലുള്ള അവരുടെ രേഖകൾ, തെളിവുകൾ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി തന്നെ BJPയുടെ ഏജന്റായി മാറിക്കൊണ്ട്, BJPയുടെ മറ്റൊരു സഖ്യകക്ഷിയായി മാറിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു. ഇന്നലെ തന്നെ സുപ്രീം കോടതി ചോദിച്ചല്ലോ, ഇതിൽ ടൈമിംഗ് ആണ് പ്രശ്നം. അത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് അതിന്റെ അകത്ത് ക്ലീനിങ് വരുത്തുന്നോ, വോട്ടർ പട്ടികയിൽ റിവിഷൻ വരുത്തുന്നോ, അതിനൊരു സമയമുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഇതുപോലെ അട്ടിമറി നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്നുള്ള നേതൃത്വത്തിൽ BJPക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വോട്ടുകൾ ക്യാച്ച് ചെയ്യുവാൻ, BJP തെരഞ്ഞെടുപ്പുകൾ ജയിപ്പിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വിവാദത്തിലൊന്നും കോൺഗ്രസിന് പിന്നെ സന്തോഷിക്കേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി റിട്ടയർ ചെയ്തതിന് BJP തോൽപ്പിക്കാം എന്നൊന്നുമല്ല കോൺഗ്രസ് കാണുന്നത്. വളരെ കൃത്യമായി നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ സംശുദ്ധമായി, സത്യസന്ധമായി, നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്താൻ നരേന്ദ്രമോദിയല്ല ഈ BJPയെ അവരുടെ മറയിൽ പോലും നിന്ന് തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, ശ്രീ നവീൻജി നാദമണി, ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച ഒരു പ്രസംഗം, അതിൽ നിന്ന് പിന്നീട് പലതവണയായിട്ട് ഇത് ചർച്ചാ വിഷയമായി വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇങ്ങനെയൊരു കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ്, 2029 മുൻപ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കുമെന്ന്?
ഇല്ല, അങ്ങനെ വ്യക്തമായ ഉറപ്പുകളും കാര്യങ്ങളും യാതൊന്നുമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ താൻ മുന്നോട്ട് വെച്ച നിയമങ്ങൾ തനിക്ക് ബാധകമല്ല എന്നാണ് മോഡി പറയുന്നത് എന്നുള്ള വേറൊരു വസ്തുത ഇവിടെ ഉണ്ട്. അത് നമുക്ക് അനുഭവമാണ്. അച്ചടക്കത്തിന് വേണ്ടിയല്ല, അധികാരം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. മോഡി മുമ്പോട്ട് വെച്ച പല വാഗ്ദാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. 15 ലക്ഷം രൂപയും 2 കോടി ജോലിയും കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്നു, സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ട്. അതിനെയെല്ലാം അമിത്ഷാ പറഞ്ഞത് ജുംല എന്നാണ്. ആ ജുംല പോലെ നരേന്ദ്രമോദിയുടെ മറ്റൊരു ജുംലയാണിത്. പാർട്ടിയിൽ ഏകാധിപത്യം ഉറപ്പിക്കുവാനായിട്ട് നടത്തിയ ഒരു ജുംലയാണ്. അവിടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചൊരു കാര്യവും കൂടിയുണ്ട്. നരേന്ദ്രമോദി മാറുകയാണെങ്കിൽ വരാൻ പോകുന്നത് അമിത്ഷായാണ്, അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചത്. അതുകൂടാതെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം, അതായത് 2024 മെയ് 12 ശേഷം നടന്ന ഫേസിൽ നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടുകളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലായതാണ്. BJP അവിടെ പൂർണ്ണമായിട്ട് അടിപതറിപ്പോയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാണ്. അത് തന്നെ സംഭവിച്ചല്ലോ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ വന്നല്ലോ. അമിത്ഷാ അധികാരത്തിലേക്ക് വരുമ്പോൾ, അധികാരത്തിന്റെ ഉത്തുംഗസിദ്ധത്തിലേക്ക് അമിത്ഷാ കടന്നു വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പറ്റി കൂടെയാണ് സൂചിപ്പിച്ചു പോയത്. 2002 കലാപം, ഗുജറാത്ത് കലാപവും അതിന്റെ തുടർച്ചകളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ മരണം മുതൽ ജസ്റ്റിസ് ലോയുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം, മരണങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവിടെ വിത്തൽ ഭായ് പാണ്ഡ്യ എന്ന് പറയുന്ന ഹരേൻ പാണ്ഡ്യയുടെ പിതാവ് പറഞ്ഞ വാക്കുകളുണ്ട്. 2002 കലാപത്തെ കുറിച്ചുള്ളത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവനാണ് തന്റെ പുത്രൻ എന്ന് പറഞ്ഞത് ഹരേൻ പാണ്ഡ്യ. അന്നത്തെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ അച്ഛൻ വിത്തൽ ഭായ് പാണ്ഡ്യ പറഞ്ഞാണ്. ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തിയുണ്ട് വിത്തൽ ഭായ് പാണ്ഡ്യ. അത് അമിത്ഷായെ തന്നെയാണ് വിത്തൽ ഭായ് പാണ്ഡ്യ ചൂണ്ടിക്കാണിച്ചത്. അന്ന് തൊട്ട് ഇങ്ങ് വരെയുള്ള അമിത്ഷായുടെ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിക്ക് ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന രീതിക്ക് കൂടെ നിൽക്കുന്ന വ്യക്തിയെ പറ്റിയും കൂടെ സൂചിപ്പിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വാക്കുകൾ ഉപയോഗിച്ചത്. അത് ഇന്ത്യയിൽ BJP നടത്തുന്ന ആ ഏകാധിപത്യം ഏത് സീമകളിൽ ലംഘിച്ച്, ഏത് അതിരുകളിൽ ലംഘിച്ച് എങ്ങോട്ടേക്കൊക്കെ പോകുമെന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞാണ്. അല്ലാതെ നരേന്ദ്രമോദി ഇവിടെ 75 വയസ്സ് കഴിഞ്ഞാൽ രാജിവെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രധാനമന്ത്രി, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ RSSന്റെ നിയന്ത്രണത്തിലൂടെയൊന്നും അല്ല BJP പോകുന്നത്. BJP അദാനിയും BJPയും ചേർന്ന്, അല്ലെങ്കിൽ അദാനിയും മോദിയും അമിത്ഷായും ചേർന്ന് നയിക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ. അവിടെ RSSന് യാതൊരു പങ്കുമില്ല എന്നുള്ള വസ്തുത വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തി മോഹൻ ഭഗവത് തന്നെയാണ്. ഒരുപക്ഷെ RSS ആയിരുന്നായിരിക്കാം BJPയുടെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ശക്തി എന്ന് പറയുന്നത്. ഇന്ന് RSS അല്ല BJPയെ നിയന്ത്രിക്കുന്നത്. മോദിയും അമിത്ഷായും അദാനിയും കൂടിയാണ് BJPയെ നിയന്ത്രിക്കുന്നത്. ആ അമിത്ഷാ തന്നെയായിരിക്കും അധികാരം കൈയാളാൻ പോകുന്നതെന്നുള്ള നഗ്ന സത്യം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും വഞ്ചിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയവും അമിത്ഷായുടെ രാഷ്ട്രീയവും എന്നുള്ള വസ്തുത തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. സ്വന്തം പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയെയും എല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന് മാർഗദർശക മണ്ഡലം ഉണ്ടാക്കിയെന്നുള്ള വസ്തുതയാണ് വിളിച്ചു പറഞ്ഞത്. അത് അദാനിയും മുരളി മനോഹർ ജോഷിയും കണക്കുള്ള സീനിയർ നേതാക്കന്മാരെ ഒതുക്കുവാനായിട്ടുണ്ടാക്കിയ ഒരു സംവിധാനം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം BJP എന്ന പ്രസ്ഥാനത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ ആ BJP എന്ന പ്രസ്ഥാനത്തെ അവര് കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുവാനായിട്ട് സാമ്പത്തിക ശേഷി ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ഭരണകൂട സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷനെയും അതേപോലെ നമുക്കറിയാം റാഫേൽ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ നമുക്കറിയാം. റാഫേൽ ഇടപാടിന്റെ വിധി പറഞ്ഞ വ്യക്തി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ MP ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് N വേണുവിനെതിരായിട്ട് ഒരു നിയമം, സീക്രട്ട് ആക്ട്സ് പ്രകാരമുള്ള നിയമപ്രകാരം ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നപ്പോഴേക്ക് അതിനെതിരെ കേസെടുത്തപ്പോഴും N റാമിനെതിരെ എടുത്ത കേസ് ഉൾപ്പെടെ എഴുതി തള്ളുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ നിയമ സംവിധാനങ്ങൾ എവിടം വരെ പോയി എന്നുള്ള നമുക്കറിയാവുന്നതാണ്. ഈ ഹരേൻ പാണ്ഡ്യയുടെ മരണത്തെ സംബന്ധിച്ച് ഹൈക്കോടതി വിധി എത്ര കൃത്യമായിട്ടാണ് സുപ്രീം കോടതി വന്നപ്പോഴത്തേക്ക് അത് അട്ടിമറിക്കപ്പെട്ടതെന്നും അതിനുശേഷം എത്ര അപ്പീലുകൾ കൊടുത്തിട്ട് യാതൊരു അന്വേഷണം നടക്കാതെ പോയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ജസ്റ്റിസ് ലോയുടെ മരണം ഇന്നും ദുരൂഹതകൾ പേരിക്കൊണ്ട് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളെ ഏത് രീതിയിലൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനത്തെ തന്നെ ഏത് രീതിയിലാണ്
കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുതിയ പുതിയ നിയമങ്ങൾ ഈ അപ്പം ചുട്ടെടുക്കുന്ന പോലെ പുതിയ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുമാണ്. ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ തകർക്കുവാനായിട്ട് അർദ്ധരാത്രിയിൽ സുപ്രീം കോടതി വിധി വന്ന് അതേ അർദ്ധരാത്രിയിൽ ഓർഡിനൻസ് കൊണ്ടുവരികയും അത് നിയമമാക്കി കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതായത് ഭരണകൂടത്തെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ട് ധ്വംസിച്ചുകൊണ്ട് ഒരു സംവിധാനം മുമ്പോട്ട് പോകുന്നു. അവരുടെ ഇന്നലകളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വസ്തുക്കളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് ആ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് അതിന്റെ അലയൊലികൾ ഇന്നും ഇന്ത്യയിൽ BJPക്ക് ഒപ്പം സഞ്ചരിക്കുന്ന RSSൽ നിന്നും RSSന്റെ മേലധികാരിയിൽ നിന്നും അതിന്റെ സത്സംഘചാലയിൽ നിന്നും അതേ വാക്കുകൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ വാക്കുകൾ പേര് മാറ്റി നിർത്തി അതേപോലെ ഇന്ന് RSSന്റെ അതായത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സർസംഘചാലക് പറഞ്ഞത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദം. അപ്പോൾ സർസംഘചാലകും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ രഹസ്യമായ അന്തർധാര ഉണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഒരു മൃദു ഹിന്ദുത്വം എന്നുള്ള ഒരു ആരോപണം മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായിരുന്നത്. അതൊരു ഹാർട്ട് ലൈൻ ഹിന്ദുത്വയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതിപ്പോ പിന്നെ മോഹൻ ഭഗവത്തിന്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ തീരുമാനിക്കുന്നതോ ആദ്യം അല്ല. ഞാൻ സംസാരിച്ചോട്ടെ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യത്തിനുള്ള മറുപടിയാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളുടെ മറുപടിയാണ് ഞാൻ പറയുന്നത്. മഞ്ജുഷ് ഇത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ, നീ കേൾക്കണ്ട. ഞാൻ സംസാരിക്കണോ? നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയല്ലേ ഞാൻ പറയുന്നേ. നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ പറഞ്ഞതിന്റെ മറുപടിയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞ നുണകൾ. പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടി സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് തന്നെയാണ് മോഹൻ ഭഗവത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇതുവരെ സോഫ്റ്റ് ഹിന്ദുത്വ എന്ന രീതിയിലുള്ള ആരോപണം കേട്ടിരുന്നയാള് RSSന്റെ ഹാർഡ് ഹിന്ദുത്വയിലേക്ക് വന്നോ എന്നുള്ളതാണ്. അതിന് അങ്ങയുടെ ഊഴത്തിൽ മറുപടി പറയുക. അസ്വസ്ഥത കാണിക്കുന്നത് എന്തിനാണ്? മറുപടി പറഞ്ഞപ്പോലെ. ഈ മോഹൻ ഭഗവത്തിന് അസ്വസ്ഥതയില്ലല്ലോ. മോഹൻ ഭഗവത്തിന് അസ്വസ്ഥതയുണ്ടോ? കെജ്രിവാൾ പറയുന്ന കാര്യം പറയുന്നതിന് മോഹൻ ഭഗവത്തിന് അസ്വസ്ഥതയില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനാ അസ്വസ്ഥത? അപ്പൊ അത് മിണ്ടാതിരിക്കും. ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്ന വലിയ പെരിയ നുണയുണ്ട്. രണ്ട് പെരിയ നുണ. ഒന്ന്, ജസ്റ്റിസ് ലോയ കേസ്. താങ്കളെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, അദ്ദേഹം ജസ്റ്റിസ് ലോയ അല്ല, ജഡ്ജ് ലോയയാണ്. ഹൈക്കോടതി ജഡ്ജെങ്കിലും ആയിരിക്കുന്ന ഒരാളിനെയാണ് ജസ്റ്റിസ് എന്ന് വിളിക്കുക. ജസ്റ്റിസ് ലോയ എന്ന് പറയുന്നത് തെറ്റാണ്. ജഡ്ജാണ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജ് ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കേസിൽ സുപ്രീം കോടതി പരിഗണിച്ചതിന് ശേഷം അതിൽ അവസാനമായിട്ട് വിധി പറഞ്ഞ ജഡ്ജിന്റെ പേര് DY ചന്ദ്രചൂഡ് എന്നാണ്. പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി. അദ്ദേഹം അതിന്റെ എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട അപ്പീലും കേട്ട് തള്ളിയിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്നതെല്ലാം രാഷ്ട്രീയ ആരോപണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള വേദിയായിട്ട് എന്റെ കോടതി മുറിയെ മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് നൽകിയിട്ടാണ് ഈ ജഡ്ജ് ലോയ കേസിൽ DY ചന്ദ്രചൂഡാണ് വിധി പറഞ്ഞിരിക്കുന്നത്. മറക്കരുത്. 1. 2, ഹരേൻ പാണ്ഡ്യ കേസിൽ താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾ ആ കേസിനെ പറ്റി മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം താങ്കൾ പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നതിനെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അട്ടിമറിക്കുന്നത് കണ്ടില്ലെന്ന്. എന്തായിരുന്നു സാർ ഹൈക്കോടതി വിധി? പറയാൻ പറ്റുമോ? ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാ അത് അട്ടിമറിച്ചോ സുപ്രീം കോടതിയിൽ നിന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾക്ക് അറിയില്ല എന്നുള്ളത് താങ്കൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. അവിടെ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് പോട്ട കേസ് എടുക്കുകയും പിന്നീട് ഏതാണ്ട് 9 ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ആ തീരുമാനം CBI പോലും അന്വേഷിച്ചിരിക്കുന്ന ആ സംവിധാനം അത് അവസാനം ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഹൈക്കോടതി അക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി. CBIയുടെ എൻക്വയറിയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഗുജറാത്ത് ഹൈക്കോടതി അത് അക്വിറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിയാണ് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അതിൽ തെറ്റുണ്ട്, അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയാണ്. അപ്പൊ താങ്കൾ എന്താ ഈ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതിനെ സുപ്രീം കോടതി പോയപ്പോൾ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? അതിലുണ്ടായിരുന്ന ആൾക്കാരെ വെറുതെ വിടണമെന്നുള്ളതാണോ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാൻഡ്? താങ്കൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തുള്ളൂ. ഇപ്പൊ വേറെ പാരലൽ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് പറയരുത്. 15 ലക്ഷം പോലത്തെ കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം ആ പറഞ്ഞിരിക്കുന്നതിന് ബേസിക് ഹിന്ദി അറിയുക എന്നുള്ളതാണ് പ്രധാനം. 2, ഈ പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവന എല്ലാവരും പറയും, എല്ലാ രാഷ്ട്രീയക്കാരും പറയും. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലേ? അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്ന ഇലക്ഷന് മത്സരിച്ചതിന് ശേഷം അന്ന് പറഞ്ഞിരുന്നത് എന്താ? റിസൾട്ട് വരുന്ന ദിവസം ഞാൻ കാണിച്ചു തരാമെന്ന്. ആര് കാണിച്ചു തന്നു? അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യക്കാരെ കാണിച്ചു തരികയായിരുന്നോ? ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു? അപ്പൊ അതൊക്കെ രാഷ്ട്രീയക്കാർ നടത്തുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഇപ്പോൾ റഫാൽ കേസ് താങ്കൾ പറഞ്ഞു, റഫാൽ കേസിൽ വിധി പറഞ്ഞിരിക്കുന്ന ആള് പിന്നീട് ജഡ്ജായിട്ട് വന്നിരിക്കുന്നു. നോക്കൂ, ഇവിടെ പ്രശ്നം എന്താണെന്ന് പറയൂ. റഫാൽ കേസിലുള്ള അട്ടിമറി എന്താണ്? ഇന്ന അട്ടിമറി ഉണ്ട് എന്ന് ആം ആദ്മി പാർട്ടിക്ക് ഒരു അഭിപ്രായമുണ്ടോ?
അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉണ്ടെങ്കിൽ അത് പറയൂ. ഉണ്ടെങ്കിൽ താങ്കൾ പറയണം, അരവിന്ദ് കെജ്രിവാളും പറയണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പിന്നീട് മാറ്റി. തെളിവുണ്ടോ എന്ന് ചോദിച്ച് നടന്നിരുന്നിടത്ത് പോലും പറഞ്ഞില്ലേ ഇനി ഞാൻ തെളിവ് ചോദിക്കില്ല എന്ന് പറഞ്ഞില്ലേ. അത് കേരളം വരെ എത്തിയിട്ടില്ലേ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്നതാണ് എൻ്റെ സംശയം. ഇനി ശ്രീ റോണി കെ ബേബി ഇവിടെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല എന്നാണ്. നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടി കിട്ടി, മറ്റാരോ ആണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് തോന്നിപ്പോകും. ശ്രീ റോണി കെ ബേബി ദയവ് ചെയ്ത് ഉണരുക, ഒരു കാപ്പി കുടിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന് NDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഖ്യമുണ്ട്. ആ സഖ്യത്തിന്റെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇപ്പം ഭരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 ടേം കൺസെക്യൂട്ടീവായിട്ട് ഇരുന്നതിന് ശേഷം 3ാമത്തെ ടൈമിൽ വന്നിട്ട് ഒരു 240 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് താങ്കൾക്കറിയാം. കാരണം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷവും പ്രതിപക്ഷത്തിരുന്നിട്ട് ഇത്തവണയാണ് 100-നടുത്തേക്കൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് പോലും കോൺഗ്രസിന് സാധിച്ചത്. അപ്പോൾ 240 നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പല സ്ഥലങ്ങളിലും അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പിന്നെ നമ്മൾ ഈ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് RSSന്റെ തീട്ടൂരത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങിയത് മോദിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം നരേന്ദ്രമോദി 2014 അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം എപ്പോഴാണ് പിന്നീട് നാഗ്പൂർ വിസിറ്റ് ചെയ്തെന്നറിയോ? 10 വർഷം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ കൊല്ലമാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അതിനുശേഷം പിന്നീട് ഈ വർഷം അദ്ദേഹം ഒരിക്കൽ കൂടി പോകുന്നുണ്ട്. അങ്ങനെ വിനീത വിധേയനായി ദാസ്യനായി അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഓപ്പറേഷണൽ സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം ഇതിനപ്പുറം പലതവണ പോകണമായിരുന്നു, ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ അങ്ങനെ പോലും പോകാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളിനോട് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നീരസം ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു അധികാര മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഈ ചർച്ചയിൽ തന്നെ അത് ഉണ്ടാകേണ്ടതാണെന്ന് പറയുന്ന ആൾക്കാർ പോലും പറയുന്നത് ഉണ്ടാകുന്നില്ല എന്നാണ്. ഞാനതിൽ കാണുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, BJPയുടെ ഉള്ളിൽ തന്നെയുള്ള നേതൃത്വത്തിലുള്ള പല ആൾക്കാരെയും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, MP-മാരെ നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരാളെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ മാച്ച് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ, ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കോalitionാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള 2 മേജർ സപ്പോർട്ടിംഗ് പാർട്ടീസ് ഉണ്ട്. നിതീഷ് കുമാറിന്റെ പാർട്ടിയുണ്ട്, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുണ്ട്. ഈ 2 ആൾക്കാരുമായിട്ട് BJPയിൽ ഏറ്റവും നല്ല ഇക്വേഷൻ ഉള്ളത് നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ഒരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ കേവലം BJP മാത്രമായിട്ട് തീരുമാനിക്കുന്ന ഒരു മാറ്റമല്ല, അതിന് കോalitionനെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അലൈഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാനായിട്ട് ഈ ഘട്ടത്തിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവരുടെ പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും. അടുത്തത് ഇന്ത്യയിലെ ജനങ്ങളോടാണ്. പ്രധാനമന്ത്രി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രിയായിട്ട് ഒരാൾ വന്നതിന് ശേഷം ഇടയ്ക്ക് വെച്ചിട്ട് മാറി അങ്ങ് രാജിവെച്ചിട്ട് എന്നാൽ അങ്ങ് പോയേക്കാം എന്ന് കരുതുന്ന രീതിയിലത്തേക്ക് പ്രധാനമന്ത്രിമാർ പ്രവർത്തിക്കാറുണ്ടോ? ഒരു ക്യാബിനറ്റിൽ നിൽക്കുന്ന ഇപ്പം നജ്മ ഹെപ്തുള്ള, അവർ 76 വയസ്സായപ്പോൾ മാറിയതാണ്. നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരും, നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പേരുകാരായിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ തന്നെ എങ്ങനെയാ വന്നിട്ട് പിന്നെ പോവാ? ഇപ്പൊ താവർചന്ദ് ഗെഹ്ലോട്ട് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം വന്നതിന് ശേഷം പിന്നീട് പോവുകയാണ്. നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവരെല്ലാം ഭരണത്തിലെ എസെൻഷ്യൽ ആയിട്ടുള്ള കോഗുകളായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല ഒരു പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഇപ്പോഴും BJPയുടെ മുഖം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുഖം ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിനെ വിദേശ രാജ്യങ്ങൾ അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ബന്ധത്തിന്റെ പേരിലൊക്കെ ആദരിക്കുന്നതും ഒക്കെ തന്നെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ആദരിക്കപ്പെടുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സ്വീകാര്യത ഇപ്പോൾ ഉണ്ടാകുന്നത്? അതൊരു വ്യക്തിക്ക് കൂടി കിട്ടുന്ന, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മാത്രമല്ല അദ്ദേഹത്തിന് കൂടി കിട്ടുന്ന ഒരു അംഗീകാരമാണ്. നേതാവായ ശ്രീ ശശി തരൂർ പോലും ഇന്നും ആവർത്തിച്ച് പറയുകയുണ്ടായി മോദിയുടെ പ്രഭാവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്. ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മോഹൻ ഭാഗവതിന്റെ പരാമർശം നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചോ? അതേ എന്ന് 62% പ്രേക്ഷകർ, അല്ല എന്ന് 34%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.